താങ്കളുടെ പാർട്ടി BJP കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞില്ല, അത് മൂന്നാല് കാര്യങ്ങൾ അടിയന്തരമായിട്ടുണ്ട്. ഒന്ന്, ഇവിടുത്തെ ചെറുപ്പക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് കേരളം. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം തലച്ചോറുള്ള ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ആവശ്യമായ, സംരംഭകത്വം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടിയാണ് ഒന്നാമതായിട്ട് വേണ്ടത്. ഓക്കെ. രണ്ടാമത്, കേരളത്തിൽ ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി അന്നം കഴിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. മൂന്നാമത്തത്, ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശമ്പളവും പെൻഷനും കൊടുക്കാനും മാത്രമായിട്ട് നമ്മുടെ റവന്യൂ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റവന്യൂ ഡെഫിഷ്യൻസി, ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്റ്റേറ്റ് കേരളം. എന്താ കാരണം? നമ്മളെ റവന്യൂ ആകെയുള്ളത് ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ഈ മൂന്നും കൊടുക്കാനാണ്. പിന്നെ ഒന്നും കാശില്ല. അപ്പോൾ ഈ മൂന്ന് സെക്ടറിൽ നമ്മൾ അടിയന്തരമായിട്ട് ചേഞ്ച് വരുത്തണം. എൻ്റെ അടുത്ത 3 ചോദ്യം താങ്കളിപ്പോൾ പറഞ്ഞ ഉത്തരം. അതെ, അതായത് അവിടെ റവന്യൂ വർദ്ധിക്കണം, നമുക്ക് സംരംഭകത്വം വളരണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ അവസരങ്ങളുണ്ട്. ഓക്കെ. അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തുമ്പോൾ കേരളം ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. ഓക്കെ. നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ആ ഒരു കേസ് പുറത്തു വരുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് താങ്കൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായത്. പക്ഷേ നമുക്ക് ആ ഒരു ഇഷ്യൂ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രോപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അത് വളരെ കോംപ്ലക്സ്, വളരെ സങ്കീർണമായിട്ടൊരു കേസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വർണം കടത്തിയത് UAE നിന്നാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് എത്രമാത്രം ഒരു മാധ്യമത്തിന് മുമ്പിൽ അത് പറയാൻ കഴിയുമെന്നറിയില്ല. അതിനകത്ത് പലതരത്തിലുള്ള നമ്മൾ മാനിക്കേണ്ട ഒരു രാജ്യമാണ്. 35 ലക്ഷം ആളുകൾ ഉപജീവന മാർഗം, അവരുടെ കുടുംബാംഗങ്ങൾ കഴിയുന്ന, നമുക്ക് അവിടെയെല്ലാം ഒരു വലിയ നയതന്ത്രപരമായിട്ട് വളരെയധികം ബഹുമാനം കൊടുക്കേണ്ട ഒരു സ്ഥലത്തുമായി ബന്ധപ്പെട്ട ഒരു സംഗതികളാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അന്വേഷണം ശരിയായ നിലയിലാണ് നടന്നത്. അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് പ്രധാനമായിട്ടും വന്ന ആൾ 1.5 വർഷം ജയിലിൽ കിടന്നു. പക്ഷേ രാഷ്ട്രീയ കേന്ദ്രത്തിലേക്ക് അത് പോയില്ല എന്നുള്ളൊരു ആരോപണമാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അതിൻ്റെ കേസ് അന്വേഷണം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. പിന്നെ നമ്മൾ എല്ലാ കേസിലും ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താൻ ഇത്ര സമയം കൊണ്ട് പറയണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതിയായിട്ടുള്ള നാഷണൽ ഹെറാൾഡ് കേസുണ്ട്. എത്ര വർഷമായി അത്? 10-12 വർഷമായി അത്. ഇപ്പോഴാണ് അതിനെ ഒരു ജീവൻ വെച്ചത്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ബന്ധപ്പെടുന്ന കേസുകളിലെല്ലാം കുറച്ചുകൂടി അവധാനതയും ജാഗ്രതയും കാലതാമസവും ഉണ്ടാവുന്നുണ്ട്. ഞാനത് നിഷേധിക്കുന്നില്ല. ഓക്കെ.